സുനിൽ ഐസക് കൂടി എന്നോടൊപ്പം ഉണ്ട്. സുനിൽ, ഈ അന്വേഷണത്തിൽ ശരിയാവണ്ണമുള്ള പുരോഗതിയില്ല എന്നും അന്വേഷിക്കേണ്ട എല്ലാ മേഖലയും അന്വേഷിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം, നവീൻ ബാബുവിൻ്റെ കുടുംബം, ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ അവരുന്നയിക്കുന്ന ആക്ഷേപത്തിന് അടിസ്ഥാനമായിട്ടുള്ള സംഗതികൾ ഇപ്പോഴും അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ടോ? ഈ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്ന് പറയാമോ? നിഷത്ത്, രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന് രാഷ്ട്രീയമായ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒന്ന് അത് CPM-നെ സംബന്ധിച്ച് ഈ അന്വേഷണം വേണ്ട എന്നൊരു നിലപാടായിരുന്നു CPM ആദ്യഘട്ടം മുതൽ തന്നെ എടുത്തിരുന്നത്. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ CBI അന്വേഷണം ആവശ്യമില്ല എന്നൊരു നിലപാട് പരസ്യമായി തന്നെ ഈ വിഷയത്തിൽ എടുത്തിരുന്നു. മാത്രമല്ല, പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണെന്ന CPM വാദം കൂടി ശരിവെക്കുകയാണ് ഈ കോടതി വിധി എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം CBI അന്വേഷണം എത്തിയാൽ അത് വലിയ തിരിച്ചടിയാകും എന്നുള്ള ഭയം CPM-നും അതുപോലെ ചില നേതാക്കൾക്കും ഉണ്ടായിരുന്നു എന്ന ആക്ഷേപവും ശക്തമാണ്. കാരണം ഈ പെട്രോൾ പമ്പിന്റെ ബിനാമി ഇടപാട് ആരോപണങ്ങൾ അടക്കമുള്ള അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നതായിരുന്നു ഈ പ്രധാനമായും കുടുംബത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ആക്ഷേപം. അതായത് പ്രശാന്ത് ഒരു ഉപകരണം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് CPM-ന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ചില സാമ്പത്തിക ഇടപാടുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നതാണ് ഇവർ ഉന്നയിച്ചിരുന്ന ആരോപണം. മാത്രമല്ല, ഈ അവസാന ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് കുടുംബത്തിന് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് കുടുംബം അവസാന ഘട്ടം കോടതിയിൽ ഉന്നയിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന തരത്തിലേക്കുള്ള ചില നിലപാടുകളൊക്കെ കുടുംബം കോടതിയിൽ സ്വീകരിച്ചു. അതൊക്കെ ആവാം ഒരുപക്ഷെ ഈ വിധിയിൽ ഇപ്പോൾ തിരിച്ചടിയായി മാറിയിട്ടുള്ളത്. കാരണം അത്തരം ഒരു യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ലെന്നും പോലീസ് വളരെ കൃത്യമായി അവരുടെ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. കോടതി 2 വട്ടം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നിലവിലുള്ള അന്വേഷണ സ്ഥിതി എന്താണ്, അതിന്റെ അവസ്ഥ എന്താണ് എന്ന് അറിയിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ കേസ് അന്വേഷിക്കുന്ന കണ്ണൂർ ACP-യുടെ നേതൃത്വത്തിലുള്ള സംഘം 2 തവണ കോടതിയിൽ നേരിട്ട് ഈ അവസരത്തിൽ തന്നെ, അതായത് CBI അന്വേഷണം ആവശ്യപ്പെട്ട അവസരത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, അത്തരം കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ഈ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു പരിധിവരെ അത് കോടതി വിശ്വാസത്തിലെടുത്തു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അതിൽ ഈ ഗൂഢാലോചന എന്ന തരത്തിലുള്ള, അതായത് ഇതിന്റെ പുറത്തുണ്ടായിരുന്ന ആളുകളെ കുറിച്ചുള്ള അന്വേഷണം പോകുന്നില്ല എന്നതായിരുന്നു ഒരു ആവശ്യമുണ്ടായിരുന്നത്. പക്ഷേ അത്തരം ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഈ ആരോപണ വിധേയരായ ആളുകളുടെ മൊഴിയെടുക്കുക, ഒപ്പം CCTV ദൃശ്യങ്ങൾ, മറ്റ് ഫോൺ റെക്കോർഡുകൾ, അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചു വരുന്നു. അതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. അതായത് അന്വേഷണം തുടരുകയാണ്, അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന നിലപാടാണ് അന്വേഷണ സംഘം എടുത്തത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് നോക്കൂ, ഇപ്പോ ഈ ശാസ്ത്രീയ തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഒരു അപേക്ഷ നൽകിയിരുന്നു, ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിക്കും പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. ആ റിപ്പോർട്ടിലും ഈ മഞ്ജുഷ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു വരികയാണെന്ന മറുപടിയാണ് അന്വേഷണ സംഘം നൽകിയത്. സ്വാഭാവികമായും ഇതേപോലെ തന്നെ അന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞതും ഇത്തരത്തിൽ പ്രത്യേകിച്ചൊരു ഉത്തരവിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കേസ് ഒത്തുതീർപ്പാക്കി വിടുകയാണ്, ഹർജി തീർപ്പാക്കി വിടുകയാണ് കണ്ണൂർ കോടതിയും ചെയ്തത്. അതായത് ഈ അന്വേഷണ പുരോഗതി 2 കോടതികളായാലും അന്വേഷണ പുരോഗതി തൃപ്തികരം എന്നൊരു വിലയിരുത്തൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു എന്നതാണ് ഇന്നത്തെ വിധിയിലൂടെ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം. മാത്രമല്ല, ഇതിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചു വന്നിരുന്നത്. എന്നാൽ സിറ്റി പോലീസ് കമ്മീഷണർ മാറിയിട്ടുണ്ട്. പുതിയ ആൾ നിതിൻ രാജാണ് പുതിയ സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും അത് മാത്രമല്ല, ഒപ്പം DIG-യുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം ഫോളോ അപ്പ് വേണം, അല്ലെങ്കിൽ അതിന്റെ ഒരു അതിന്റെ മേൽനോട്ട ചുമതല വേണം എന്നൊരു നിർദ്ദേശം കൂടി കോടതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ പുതിയ DIG ചാർജ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള പുതിയൊരു സംഘം ഇതിന്റെ ഒരു മേൽനോട്ട ചുമതലയിലേക്ക് എത്തും. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന കണ്ണൂർ ടൗൺ CI, കണ്ണൂർ ടൗൺ SHO, ഒപ്പം കണ്ണൂർ ACP, ഈ 2 പേരുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം ഇപ്പോൾ പ്രധാനമായും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ മേൽനോട്ട സംഘത്തിൽ മാറ്റം വരും എന്നതാണ് ഈ വിധിയോടുകൂടി ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, DIG-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം മേൽനോട്ടം വേണമെന്നത് നിർദ്ദേശത്തോടുകൂടി അങ്ങനെ ഒരു മേൽനോട്ടം ഇതിനകത്ത് ഉണ്ടാവും. സ്വാഭാവികമായും കുടുംബം
അവസാന ഘട്ടമാകുമ്പോഴേക്കും കോടതിയിൽ വാദിച്ചതും ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ആവശ്യമായിരുന്നു ഒടുവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയിൽ വാദിച്ചത്. അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ CBI അന്വേഷണം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് രാഷ്ട്രീയമായി CPM-നെ സംബന്ധിച്ചും അത് ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് അവർ ഉന്നയിച്ച ആവശ്യം ശരിവെക്കുന്ന തരത്തിലാണ്, അവരുടെ നിലപാട് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു വിധി എന്ന തരത്തിൽ അത് CPM-നും ആശ്വാസകരമായ ഒരു വിധിയാണ്.